എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Where did you go yesterday? The policeman told the boy. Choose the correct sentence in reported speech. ആൻസർ എന്താണ് വരാ? The policeman asked the boy where he had gone the previous day. Yesterday എന്നുള്ളത് previous day എന്നാക്കണം. Next question. The athlete dashed on the ground and cried for help. Answer. The athlete lay on the ground and cried for help. Next question. Find the wrongly spelt word. Answer D ആണ്. ഇതാണ് wrong ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇഡിയം ഓൺ ദ ട്രോട്ട് മീൻസ്. ആൻസർ ബി. കോൺസിക്യൂട്ടീവ്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വേർഡ് കെറ്റോപ്ട്രോഫോബിയ മീൻസ്. ആൻസർ. ദ ഫിയർ ഓഫ് മിറേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാലുസ് റിട്ടേൺ ദ ബുക്ക്. ബാലു ഈസ് റിട്ടേൺ ദ ബുക്ക്. അപ്പൊ എങ്ങനെയാ അതിന്റെ ടാഗ് വരിക? ബാലു ഹാസ് റിട്ടേൺ ദ ബുക്ക്. അപ്പൊ ഹാസിൻഡ് ഹി. ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ meaning of the phrase cut blank. ആൻസർ എന്താ വരാ? ആൻസർ ഡി ആണ്. The complete freedom to act as one thinks best. Next question. The antonym of the word redundant is. Answer C. necessary. Antonym പറഞ്ഞ വിപരീതം. Next question. Choose the correct sentence. Answer A ആണ് വരിക. I had left home before he came. Next question. The officer went dash the report many times and approved it. Answer B ആണ്. The officer went over the report many times and approved it. നെക്സ്റ്റ് മലയാളാണ്. ശരിയായ പദപ്രയോഗം കണ്ടെത്തുക. സ്വാദിഷ്ടം എന്നുള്ളത് എങ്ങനെയാണ് എഴുതുക? സ്വാദിഷ്ടം എന്നുള്ളതാണ്. സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ ഭാഷാ പ്രയോഗം തെരഞ്ഞെടുത്ത് എഴുതുക. വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടല്ലേ അവൻ അവിടെ പഠിക്കാൻ ചേർന്നത് എന്നുള്ളത് വേറെ എന്ന് വേണ്ട. ഗത്യന്തരമില്ലാഞ്ഞിട്ടല്ലേ എന്ന് മാത്രമേ വേണ്ടൂ. പിന്നെ വേറെ നമ്മൾ ചേർക്കില്ല. അപ്പൊ ഇങ്ങനെ ഓരോ വാക്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ ഇതിലെ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് ആൻസർ. വേണ്ടത്രയും തോതിലും കൂടി ഉപയോഗിക്കില്ല ഇവിടെ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടെത്തി. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകൻ എന്ന് പറയില്ല. പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ എന്നുള്ളതേ പറയുള്ളൂ. അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടെത്തി എന്ന് പറയാം. എൻ്റെ കൂടെ എന്നുള്ളത് ജോലി ചെയ്യുന്ന എന്നുള്ളതും സഹപ്രവർത്തകനും കൂടി നമ്മൾ ഉപയോഗിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം. ആൻസർ ബി ആണ്. വലിയ ഭാഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദം ഏത്? അച്ഛന് പര്യായം എന്താണ്? താതൻ, ജനകൻ ഒക്കെ വരും അല്ലെ. അപ്പൊ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്മരിക്കുക എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. സ്മരിക്കുക, വിസ്മരിക്കുക.
മറന്നു പോകുക എന്നുള്ള അർത്ഥമാണ് വിസ്മരിക്കുക എന്നുള്ളത് പറയുന്നത്. സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതിയാൽ വെഞ്ചാമരം എങ്ങനെ പിരിച്ചെഴുതുക? വെൺ പ്ലസ് ചാമരമാണ് വെഞ്ചാമരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപമാണ് വിദ്വാൻ, വിദുഷി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ബഹുവചനമല്ലാത്തത് ഏത്? ആൻസർ വായിച്ചു നോക്കാം. ഏതാണ് വരിക? ഭാഗവതർ എന്നുള്ളത് ഒരാളെ അഭിസംബോധന ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്, അല്ലാണ്ട് ബഹുവചനമായിട്ടല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിന്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക. ആൻസർ എന്താണ്? സി ആണ്. നിത്യാഭ്യാസി ആനയെ എടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശോഭിച്ചവൻ എന്ന അർത്ഥം വരുന്ന പദം ഏത്? ശോഭിച്ചവൻ എന്ന അർത്ഥം വരുന്ന പദം ക്ഷുഭിതൻ. ഡി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.